സദസ്സിന് വന്ദനം. നമ്മുടെ പ്രിയപ്പെട്ട പണത്തെ കാതു തിന്നു കുടിക്കുന്ന ഒരു വേപ്പത്താണ് തീവ്രവാദം. എന്റെ കൊച്ചമ്മ അതൊന്ന് ശ്രദ്ധിക്കൂ. എന്താ അമ്മേ നീ കിടക്കായിരുന്നു? ഞാനപ്പറ്റി ടി വി കാണായിരുന്നു. വെറുതെ ടി വി കണ്ട് കണ്ണിങ്ങടത്താണേ. നിനക്ക് വലിയ പോയിട്ട് പഠിച്ചൂടെ? ഞാൻ കളിക്കാനാ 10 ദിവസം ലീവ് തന്നിരിക്കുന്നത്. നാളെന്റെ അച്ഛൻ വരല്ലോ. അച്ഛൻ വരുമ്പോ ഞങ്ങൾക്ക് എന്തൊക്കെയാ കളിക്ക? നീ എന്നെ അച്ഛനും എന്നാ അമ്മയും മോളും കൂടെ ഒരു ബഹളം. അതാണ് അച്ഛൻ വന്നെ ഗമയ. ഇന്ന് മോന്റെക്കെത്തോ രമേശ മോൻ ഇന്ന് ട്രെയിനെടുത്താണല്ലേ? അല്ല സന്തോഷത്തിനാണല്ലോ. ഇന്ന് സന്തോഷിക്കാൻ കാര്യം ഉണ്ടായിരുന്നു പോലെ. ഇന്ന് പൊളിച്ചിക്കാൻ മുറ്റം നോക്കുമ്പോ ആരാ? ഉമ്മക്കെന്നെ മനസ്സിലായില്ലേ? അല്ല ഓരത്തിൽ അങ്ങ് കിട്ടണില്ലല്ലോ. ഞാനമ്മ ഉമ്മയുടെ ഷക്കീര്. അല്ല എന്റെ മോനെ നീ എവിടെ പോയി കിടക്കാന്നു? നിന്നെ ഓർത്ത് കാണില്ല. ഒരു ദിവസം പോലെ എനിക്കില്ല. പെറ്റ വേണ്ട വേണ്ട കാണില്ലടാ ഉമ്മ. എന്തിനു മിണ്ടണ്ടടാ ഉമ്മ. വിഷമിക്കണ്ട ഉമ്മ. നീ ഞാൻ ഉമ്മയുണ്ടെങ്കിൽ പോലെ സത്യം. അപ്പൊ അന്നത്തേക്ക് സന്തോഷായില്ലേ? ഷക്കീർ വന്നില്ലേ? ഷക്കീറല്ല ഷക്കീർ കാക്കുന്നു വിളിക്കണം. ആനന്ദത്തിന് മുലച്ചെടുപ്പ് പാടം തൊട്ടേ നാട് വിട്ടതാ. എന്നാ ഞാൻ പോട്ടെ. ഷക്കീർ വിശന്നിരിക്കുന്നുണ്ടാവും. ഈ ചക്കര വാങ്ങി നോക്കി അല്ല പട്ടി പൂജ ചെയ്യണോ? അല്ല പറയണേ. ഹലോ എനിക്കെല്ലാം കേൾക്കാവൂ. നാളെ ഈ ഇന്ത്യയിലെ ദേവീശേഷങ്ങൾ പൊട്ടിത്തെറിക്കും. നാളെ ഇന്ത്യയിലെ 4 ദേവീശേഷങ്ങൾ ഒരുമിച്ച് പൊട്ടിത്തെറിക്കും. നാളെ നമ്മുടെ ദിവസം ബസ് ഇല്ലല്ല. പിന്നെ നേരെ ബാംഗ്ലൂരിലേക്ക്, പിന്നെ കാശ്മീരിലേക്കും. രാത്രിത്തേക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? ചപ്പാത്തിയോ ചോറോ? എനിക്കൊന്നും വേണ്ട. ഞാൻ എന്റെ കൂട്ടുകാരെ കാണുമ്പോ അങ്ങനെ പറയാൻ പറ്റൂല. എനിക്ക് നിന്റെ കൂടെ എന്തായാലും ചോറിനണം ഉമ്മ. ഇപ്പൊ കുറച്ചാളും ഞാൻ വരുത്തത്. മോനെ ഷക്കീർ നിനക്ക് ഓർമ്മയില്ല? നീ കുഞ്ഞാണപ്പം ചോറ പാടിയ പാട്ട് മണിമുത്തേ മധുവർണ്ണ പൂമോനെ എന്റെ മനതാണിൻ കുളിരേക തേൻമോനെ. അല്ല ഉമ്മ എന്തിനാ കരയണേ? സന്തോഷമുണ്ടമ്മനെ. നീ ഒന്ന് സന്തോഷമുണ്ട്. അനക്കറിയോ ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. ഇപ്പോഴും ഉമ്മയുടെ മനസ്സിലൊരു കാര്യമാണ്. ഇന്ത്യ എന്റെ രാജ്യമാണ്, എന്റെ സ്വന്തം രാജ്യമാണ്. നടത്തുമ്മ ഒരു ഇന്ത്യ ഭാരതം നശിക്കട്ടെ, പാകിസ്ഥാൻ ജയിക്കട്ടെ. നടത്തല ഹിമാലയെ പിറന്ന നാടിനെ പെറ്റവന്റെ വേനത്ത. നീ ഇനി ഭൂമിയിലാണ്ട. ഇനി ഭൂമിയിലുള്ള പാടുപാട് ഇനി ചാവും. അതുകൊണ്ട് നീ ഇനി ഭൂമിയിലാണ്ട. എന്നെ കൊല്ലല്ലുമ്മ. ഉമ്മ എന്നെ കൊല്ലല്ലുമ്മ. പടച്ചറബേ എന്നോട് പൊറുക്കണേ. നന്ദി. നമസ്കാരം. മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരൻ മുട്ടത്തു വർക്കിയുടെ ഒരു കുടയും കുഞ്ഞു പെങ്ങളം എന്ന നോവലിന്റെ മോണാക്റ്റാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഹോ എന്തു മഴ! ഈ മഴയത്ത് ഞാൻ ഇനി എങ്ങനെ സ്കൂളിൽ പോകും? ഈ മഴയത്ത് പോയ എൻ്റെ ഉടുപ്പൊക്കെ കീറും. ലില്ലി നീ ആ ഡേസിയുടെ കുടയിലേക്ക് കയറിക്കോ. എന്നെ ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ ഒറ്റ സ്കൂളിലെത്തിക്കോളാം. ഡേസി എന്നെയും കൂടെ ഒന്ന് കുടയിൽ കയറ്റോ. ഭയങ്കര മഴ. പോവണ അവിടെ നിന്ന്. നീ എന്റെ കുടയിലൊന്നും കയറാറായിട്ടില്ല. നന്ദി ഞാൻ സ്കൂളിലേക്ക് വന്നാ മതി. അപ്പൊ മക്കളെ ഇന്ന് നമ്മള് പുതിയൊരു പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ടീച്ചർ ദാ ലില്ലി പുറത്തേക്കുന്നു. ഇതെന്തു കോല കുട്ടി? ഇങ്ങനെയാണ് സ്കൂളിലേക്ക് വരുന്നേ? നീ ക്ലാസ്സിന് പുറത്തിരുന്നാ മതി. നോക്കിക്കോ, എന്റെ അനിയത്തിയെ കരയിപ്പിച്ച ഡെസി ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. ഒരു ചില്ല് കൈപ്പിടിക്കുടയുമായി ഞാൻ വീണ്ടും തിരികെ എത്തും. എന്റെ കുഞ്ഞനിയത്തി സന്തോഷമായിരിക്കണം. പേരമ്മയുടെ ക്രൂരതകൾ സഹിക്കാൻ വയ്യാതെയായപ്പോഴാണ്
ഞാൻ വീട് വിട്ടിറങ്ങിയത്. അങ്ങനെയാണ് ഞാൻ ഡോക്ടറിന്റെ വീട്ടിലെത്തിയത്. അവിടെയാണ് ഞാൻ വളർന്നത്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ചേട്ടനെ വീണ്ടും കണ്ടെത്തി. ചേട്ടൻ പഠിച്ചു വലിയ ഡോക്ടറായി. ഡോക്ടർ, അങ്ങയുടെ ശസ്ത്രക്രിയ ഒന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ രോഗം ഭേദമായത്. അങ്ങക്ക് എത്ര കാശ് തരാമെന്ന് പറഞ്ഞിട്ടും അങ്ങ് വാങ്ങുന്നില്ല. അങ്ങ് പറഞ്ഞതുപോലെ ഞാനൊരു കുട കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങ് ഇത് സ്വീകരിക്കണം. വളരെ സന്തോഷം. പക്ഷെ ഈ കുട എനിക്കല്ല. ലില്ലി, ലില്ലി, ഒന്നിങ്ങ് വരൂ. ഈ കുട ഇവൾക്കുള്ളതാണ്. ലില്ലിക്ക് ആരാണെന്ന് മനസ്സിലായോ? ഇതാണ് ഡേസി. പണ്ട് ലില്ലിയെ കുടയിൽ കയറ്റാത്ത അതേ ഡേസി. ലില്ലി എന്നോട് ക്ഷമിക്കണം. അന്നത്തെ അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇന്ന് എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. സാരമില്ല ഡേസി. പണത്തേക്കാൾ സ്നേഹവും കരുണയുമാണെന്ന് ഇപ്പോഴെങ്കിലും ഡേസിക്ക് മനസ്സിലായല്ലോ. അത് മതി. പ്രിയരെ, ജീവിതത്തിന്റെ ഏറ്റവും വലിയ മൂല്യം സ്നേഹവും കരുണയുമാണെന്ന് ഓരോ മഴക്കാലത്തും നമ്മുടെ കൂട്ടുകാരെ ഒരു കുടക്കീഴിൽ എന്ന പോലെ ചേർത്ത് നിർത്തണമെന്നുമാണ് നമ്മോട് ഈ കഥ പറയുന്നത്. നന്ദി, നമസ്കാരം. മാന്യസരസിന്റെ വന്ദനം. ഞാൻ ഇന്നൊരു മോണോ ആക്ടാണ് കാണിക്കാൻ പോകുന്നത്. മോണോ ആക്ടിന്റെ പേര് കാടിന്റെ വേദന. മനുഷ്യരായ നാം കാടിനെ പലതരത്തിൽ ചൂഷണം ചെയ്യുന്നു. എന്നാൽ ഇതിനെപ്പറ്റി അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. പുഴ എന്റെ ശരീരത്തിൽ വെള്ളത്തിന്റെ അംശത്തെക്കാൾ മാലിന്യങ്ങളാണ്. ജൈവ മാലിന്യങ്ങളല്ല, പ്ലാസ്റ്റിക്. അതാണ് എന്റെ ശത്രു. മരങ്ങൾ, എന്നാൽ എനിക്കോ നിന്റെ തീരത്ത് എത്ര നാൾ എങ്ങനെ കാറ്റിനോടൊപ്പം കളിക്കാൻ കഴിയും? സ്വാർത്ഥത മൂലം മനുഷ്യർ എന്നെ വെട്ടി നശിപ്പിക്കുകയല്ലേ. മണ്ണ്, പ്ലാസ്റ്റിക് എനിക്കും ഒരു വില്ലൻ തന്നെ. മണ്ണിൽ അലിഞ്ഞു ചേരാത്ത ഈ പ്ലാസ്റ്റിക് എന്നെ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയെങ്കിലും നാം കാടിനെ സംരക്ഷിക്കണം. കാട് നമ്മുടെ ജീവിതത്തിന്റെ ഹൃദയഭാഗമാണ്. നന്ദി, നമസ്കാരം. എൻ്റെ സദസ്സിന് നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഒരു മോണോ ആക്ടാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. രാമു, എന്താ മുതലാളി? ഞാൻ ചന്ത വരെ പോവുകയാണ്. ശരി മുതലാളി, ഞാൻ തരുന്ന വാക്കുകളൊക്കെ നീ ലിസ്റ്റിൽ എഴുതി വെക്കണം. ശരി മുതലാളി. കുഞ്ഞിനെ ഉറക്കണം. മീന് ഫ്രിഡ്ജിൽ വെക്കണം. എണ്ണ എടുത്ത് ചട്ടിയിൽ ഒഴിക്കണം. ഇത്രേ ഉള്ളൂ. താഴെയും വെക്കണം. ശരി മുതലാളി, ഞാൻ ചന്തമായി മുതലാളി ഇങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. വിളക്കിൽ എണ്ണ ഒഴിക്കണം. വിളക്കിൽ വെള്ളം ഒഴിക്കണം. വിളക്കിൽ വെള്ളം ഒഴിച്ച് തറ തുടയ്ക്കണം. രാമു, അയ്യോ, എന്താ മുതലാളി? നീ ഇവിടെ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? മുതലാളിയല്ലേ പറഞ്ഞത് തറ തുടയ്ക്കാൻ? നീ എന്ത് വെച്ചാ തുടച്ചത്? എണ്ണ. അയ്യോ, കുഞ്ഞെവിടെ? സാറില്ലേ പറഞ്ഞത് കുഞ്ഞിനെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണമെന്ന്. അയ്യോ, മീനോ? സാറില്ലേ പറഞ്ഞത് മീനിനെ എടുത്ത് ഉറക്കണമെന്ന്.
ഈ മണ്ടനെ കൊണ്ട് തോറ്റു. നന്ദി, നമസ്കാരം. മാനസരസിന് വന്ദനം. ഒരു അച്ഛനും അമ്മയും പിരിഞ്ഞു പോകുന്ന ഒരു കുട്ടിയുടെ വിഷമമാണ് ഞാൻ ഇവിടെ ഒരു മോണോ ആക്കിൽ കൂടെ കാണിക്കാൻ പോകുന്നത്. എടി സുശീലേ, ഒരു ചായ തരാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? നിങ്ങൾക്ക് ആ ചായ എടുത്ത് കുടിച്ചൂടെ? നിങ്ങളുടെ കൈക്ക് പോയി കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അങ്ങോട്ട് വരട്ടെ, നീ എന്താ ചെയ്യണമെന്ന് എനിക്ക് കാണാമല്ലോ. എന്നാ വന്നോളൂ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഓ, ഇതായിരുന്നല്ലേ ഇവിടെ പണി. ഞാൻ കുറെ നാളുകൊണ്ട് ശ്രദ്ധിക്കുക. നിന്റെ ഒഴുക്ക് ഇപ്പോൾ കൂടുന്നുണ്ട്. ഇപ്പൊ നിനക്ക് എന്റെ കാര്യം ശ്രദ്ധിക്കാൻ ഒരു നേരവുമില്ലല്ലേ? ഒരു ചായ തരാൻ പറഞ്ഞിട്ടാണ് ഇത്രയും എന്നെ വിളിച്ചു പറയുക. ഒരു ചായ എടുത്ത് തരാന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ആ ചായ എടുത്ത് കുടിക്കാൻ എടുത്ത് തരാത്തോണ്ടല്ലേ ഇത്രയൊക്കെ പറയുന്നേ? അതിനൊന്നുമല്ല, നിന്റെ മേക്കപ്പ് കുറെ നാളുകൊണ്ട് ഞാൻ കാണാം. നിനക്ക് ഇത്തിരി ആ മേക്കപ്പ് കൂട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മേക്കപ്പ് ഇട്ട നിങ്ങൾക്ക് എന്താ മനുഷ്യ അസൂയ വേണോ? നിങ്ങളെന്നെ തല്ലിയല്ലേ? കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യും. എന്നാൽ ഡിവോഴ്സ് ചെയ്തോ, എനിക്ക് അതാണ് മനസ്സമാധാനം. എന്നാൽ എന്റെ കൊച്ചിനെ എനിക്ക് വേണം. പറ്റില്ല, എന്റെ കൊച്ചിനെ എനിക്ക് എന്നെ വേണം. അച്ഛാ, അമ്മ എന്റെ ട്രോഫി പൊക്കോന്ന് പറയുന്ന അസത്ത്. അച്ഛാ, എന്റെ ട്രോഫി പൊക്കോണെന്ന് പറഞ്ഞ അസത്ത്. ഇവിടെ ഒരു ആനക്കാര്യം കിടക്കുമ്പോൾ ചേനക്കാര്യം. എനിക്ക് അപ്പോഴറിയാം ഞാൻ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യും. നമുക്ക് കോടതി വെച്ച് കാണാം. എന്റെ അച്ഛനമ്മ പിരിഞ്ഞു പോയി. എനിക്ക് ഇനി ആരുമില്ല. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനും ഒറ്റ കിടക്കും. എനിക്ക് സ്കൂളിൽ പോവാനോ ആരുമില്ല.